ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മാവാ, അവരെ കണ്ടോ? ഇല്ല. നീ ഈ കാർ എടുത്തിട്ട് അടുത്ത കാലം പോയി ഒന്ന് നോക്ക്. അവർ ചിലപ്പോ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി മാറി നിൽക്കുകയായിരിക്കും. അവരിതിനു മുമ്പ് കാണിച്ചിട്ടുള്ളതാണല്ലോ. ചെല്ലേ. ജീവൻ പറയുന്നതും ജീവൻ കാണിക്കുന്നതും ഒക്കെയല്ലേ അവൾക്ക് കാര്യം. ജ്യോതിയുടെ കാര്യത്തില് മനുവിനെ തേടി പിടിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നപ്പോ മുതൽ ലോകത്തിലെ ഏറ്റവും നല്ല പുരുഷനെന്നാ നിത്യയുടെ മനസ്സിലവൻ. രഘുവേട്ട, അതേ അവൻ തന്നെയാ അവളെ കൊല്ലുമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്നത്. വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. തള്ളി പറയേണ്ടി വരുന്നതും ഒഴിവാക്കേണ്ടി വരുന്നതും സ്വന്തം മകനെ തന്നെയാണ്. ഒരവയവത്തിന് ക്യാൻസർ ബാധിച്ചാൽ അത് മുറിച്ചു കളയല്ലേ ചെയ്യുന്നത്. ഇത് മുറിച്ചു കളയേണ്ടി വരും. എത്ര വേദന സഹിച്ചിട്ടാണെങ്കിലും അവളെ ഞാൻ അവന് വിട്ടുകൊടുക്കില്ല. ഒരിക്കൽ ഒരൊറ്റ നിമിഷത്തിൽ അവന്റെ മുഖത്ത് മാറി വരുന്ന ആ ഭാവമുണ്ടല്ലോ, അതൊന്ന് അവളെ കാണിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയാ മതി. എന്റെ മോളെ പിന്നെ എനിക്ക് നഷ്ടപ്പെടില്ല. പേടിയാണ് രഘുവേട്ട. അവൻ അവളുമായിട്ട് പുറത്തു പോകുമ്പോ, ഒന്നിച്ച് ഒരു വണ്ടിയിൽ സഞ്ചരിക്കുമ്പോ ഒക്കെ എനിക്ക് പേടിയാ. വിഷമിക്കില്ലടോ. പ്രതിസന്ധികൾ ഉണ്ടാകുന്നുവെങ്കിൽ അതുപോലെ തന്നെ അതിന് പരിഹാരങ്ങൾ ഉണ്ടാവുന്നില്ലേ? അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ജ്യോതിയുടെ കാര്യം. വല്ലാത്തൊരു പൊള്ളലായിരുന്നില്ലേ അത് നമുക്ക്. അത് അവസാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് നിത്യയുടെ കാര്യത്തിലും ഒരു വെളിച്ചമുണ്ടോ? ഇത്രയും കാലം താൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തതല്ലേ? ഇനിയിപ്പോ നമുക്കൊന്നിച്ചാവാം. ഈ പ്രതിസന്ധികളൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ചു നാളെങ്കിലും മനസ്സമാധാനമായിട്ട് നമുക്കൊന്ന് ജീവിക്കണ്ടേ സുജാതെ? വേണം. മക്കള്, മരുമക്കള്, അവരുടെ കുഞ്ഞുങ്ങള്, അവരുടെയൊക്കെ ഇടയില് അവരെയൊക്കെ നോക്കി സന്തോഷത്തോടെ ഒന്നിരിക്കണം രഘുവേട്ട. തീരുന്ന മടുത്തു. തൽക്കാലം ഹരിയെ എങ്ങും പോകാൻ അനുവദിക്കാൻ പാടില്ല. അത് നമുക്ക് രാമകൃഷ്ണേട്ടനോട് പറയാം. നിത്യയുടെ കാര്യത്തിലെല്ലാം അവസാനിപ്പിക്കുമ്പോ ബാക്കി ഒരു ഉത്തരമേ ഉള്ളൂ. അതവനാണ്. മരിച്ചുപോയി എന്ന് കരുതുന്ന ഒരു മകൻ തിരിച്ചു വരുമ്പോ ഒരമ്മയുടെ മനസ്സ് എത്ര സന്തോഷിക്കേണ്ടത്. പക്ഷെ വല്ലപ്പോഴും ഒക്കെ ഒരങ്ങ് ചത്തുപോയെങ്കിലെന്ന് ഞാൻ കരുതാറുണ്ട്. ഹരി, അമ്മാവാ, ഹരി. എന്തുവാ മോളെ? ആദ്യം ഇങ്ങോട്ട് വന്നോ? ആദ്യം കല്യാണം താഴത്തെ വീട്ടിലില്ലേ? കല്യാണി ഇങ്ങോട്ട് വന്നിട്ടില്ലേ? കല്യാണിയെ ഉറക്കത്തിൽ നിന്ന് വിളിക്കാൻ ചെന്നപ്പോ അവൾ അവിടെ ഇല്ല. ആദ്യം വന്ന് വിളിച്ചിട്ടുണ്ടാവുന്ന ഞങ്ങൾ കരുതിയത്. അവരിപ്പോ എങ്ങോട്ട് പോയ? എപ്പോഴാ നീ അറിഞ്ഞേ? എപ്പോ? ഇവരെവിടെ പോയി? അല്ല മോളെ, മോള് വെറുതെ പേടിക്കാതെ. അവരെവിടെയെങ്കിലും തന്നെ കാണും. നമുക്ക് ഇവിടെയൊക്കെ തന്നെ ചുറ്റി നോക്കാം. മോളെ, അവരെങ്ങും പോയിട്ടാവില്ലെന്ന്. വാ, നമുക്ക് നോക്കാം. വാ, വാടാ.
കല്യാണി കല്യാണി എടാ ആദി നീ നീ പുറകെ പോയി ഒന്ന് നോക്കിയേ ചെല്ലേ മോള് ദാ ആ ഭാഗത്തൊക്കെ നോക്ക് കേട്ടാ ആ, കല്യാണി ഈശ്വരാ. കല്യാണി ആദി കല്യാണി കല്യാണി ആദി കല്യാണി കല്യാണി ആദി ആദി ഈശ്വരാ. കല്യാണി കല്യാണി ആദി കല്യാണി ആദി കല്യാണി കല്യാണി ആദി കല്യാണി കല്യാണി അമ്മേ അവിടെ മുഴുവനും ഞാൻ നോക്കി, അവിടെ എങ്ങും ഇല്ല. അല്ല സുജാതെ രാവിലെ ഇനി വല്ല ട്യൂഷൻ ക്ലാസ്സിനും പോയി കാണുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ ആരെയും വിളിക്കാതെയും പറയാതെയും പോവോ? അല്ല അതിന് ശരിയാ, അതിന് ശരിയാ. ആദി ആ, എടാ ഹരി അമ്മാവ അവരെ കണ്ടോ? ഇല്ല, നീയേ ഈ കാർ എടുത്തിട്ട് അടുത്ത കാലം പോയി ഒന്ന് നോക്ക്. അവർ ചിലപ്പോ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി മാറി നിൽക്കുകയായിരിക്കും. അവരിതിനു മുമ്പ് കാണിച്ചിട്ടുള്ളതാണല്ലോ. ചെല്ലേ. ആ സുജാതെ എന്തായാലും പേടിക്കണ്ട, അവൻ നോക്കാൻ പോയിട്ടുണ്ടല്ലോ. അമ്മേ എനിക്ക് പേടിയാവുന്നുണ്ട് അമ്മേ. ഇന്നലെ രാത്രി നല്ല കരച്ചിലായിരുന്നു. എന്നെ വീട്ടിൽ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ കല്യാണിയെ 2 ദിവസമായിട്ട് കല്യാണി അത് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേട്ട് കേട്ട് ഹരിയാണെങ്കിൽ ആ കുഞ്ഞിനെ വഴക്ക് പറയുകയും ചെയ്തു. രാമകൃഷ്ണേട്ടാ, മക്കളുടെ കാര്യം ചിലപ്പോ നമ്മൾ കണക്ക് കൂട്ടുന്നത് പോലെ ആവണമെന്നില്ല. അവര് വേറെ ഏതെങ്കിലും രീതിയില് വേറെ ഏത് രീതിയില്? അമ്മ എന്താ പറയുന്നേ? വെറുതെ ഓരോന്ന്. അതെ മോളെ, ശരവണൻ എന്തിയേ?